നമസ്കാരം. ചാനൽ അവതാരക മാടമ്പിമാരുടെ മുന്നിൽ ചിരിക്കാൻ പോലും ഈ നാട്ടിൽ ചിലർക്ക് അവകാശമില്ലെന്നാണ് ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ച കാണുകയാണ്. അവരെന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെ. ആരാ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് മാടമ്പി സതീശന്റെ സ്ത്രീലിംഗം അഥവാ സാരി ഉടുത്ത വേർഷൻ, അതാണല്ലോ റിപ്പോർട്ടർ ചാനലിലെ പരുത്തിക്കാട് അവതാരം. അവരുടെ ഇന്നലത്തെ ചാനൽ ചർച്ച കാണുകയായിരുന്നു. അതായത് ഷാഫി പറമ്പിൽ ഇറക്കിയ ഒരു കഥയെ ന്യായീകരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് സമർത്ഥിക്കുകയാണ് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇന്നലെ പകൽ ഷാഫി ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പാലം പോയല്ലോ, ഏത് പാലമാണ് തകർന്നതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരു പാലം, പക്ഷെ ഒരു മാസ്ക് വെച്ചിട്ട് അത് ആ പാലമാണെന്ന് പറയുന്നത്. കാര്യം സാധാരണഗതിയിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഈ മൂക്കിന്റെ പാലം പോയി എന്നൊക്കെ പറഞ്ഞാൽ മൂക്കിൽ ഒരു ജലദോഷം വന്നിട്ട് നിങ്ങൾ മൂക്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് സംസാരിക്കാൻ നോക്കി, എങ്ങനെയായിരിക്കും നമ്മുടെ സംസാരം പുറത്തേക്ക് വരിക? അറിയാലോ, മൂക്കിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക രീതി ഇങ്ങനെയാണ്, നമ്മുടെ ശബ്ദം അടിമുടി മാറും. പക്ഷെ ഇന്നലത്തെ ആ വാർത്താ സമ്മേളനം കേട്ടിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രശ്നം തോന്നിയോ? പാലം മൂന്നായിട്ട് തകർന്നു പോയി എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അതായത് സംഘപരിവാറുകാർ ബീഹാറിലൊക്കെ കെട്ടിയ പാലം പോലെ ആയിരുന്നു തകർന്നത്. അതിന് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുണ്ടെങ്കിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മണിക്കൂറുകൾ നീണ്ട ഷേവ് പോലും ചെയ്യാതെയുള്ള സർജറിയിലൂടെയാണ്. ആ കഥ പൊളിച്ചപ്പോൾ അതിനൊരു പുതിയ വേർഷനുമായിട്ടാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അഭിലാഷ് ഡേവിഡ് എന്ന CA ചുറ്റിപ്പറ്റി ഒരു കഥ അടിച്ചങ്ങ് ഇറക്കി. CPM കാരനായിട്ടുള്ള അഭിലാഷ് ഡേവിഡ് ആണ് എന്റെ പാലം തകർത്തതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണമായിരുന്നു. ആ വിഷയമാണ് നമ്മുടെ സ്ത്രീലിംഗ സതീശൻ നേരെ ഒരു ചർച്ചക്കാരനെ കൊണ്ടുവന്നിരുത്തുന്നു. നിരീക്ഷകരായിട്ട് ഇരുത്തിയതിനു ശേഷം അദ്ദേഹത്തിനോട് ചോദ്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യമായിട്ട് ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്ന മറുപടിയും അത് കേട്ടിട്ട് വസീഫിന്റെ ചിരിയും നമ്മുടെ പെൺ സതീശന് ചൊറിച്ചിലുളവാക്കിയത് നോക്കി. KG സൈമൺ, ഇപ്പോൾ അഭിലാഷ് ഡേവിഡിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇയാൾ പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മണൽ മാഫിയ ബന്ധം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒന്നിലധികം ആരോപണങ്ങൾ ഉയർന്ന അതിന്മേൽ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ടാവുക. സസ്പെൻഷൻ, അതിനുശേഷം പിരിച്ചുവിടൽ, ഇത് രണ്ടും കഴിഞ്ഞ ശേഷം ഒരാൾ തിരികെ എത്തുന്നത് അസ്വാഭാവികതയില്ലേ അതിൽ? അങ്ങ് പറഞ്ഞതുപോലെ പലരും അച്ചടക്ക നടപടി നേരിട്ട് പിരിച്ചുവിടപ്പെട്ട് അപ്പീൽ നൽകി തിരിച്ചു കയറാറുണ്ട്. അങ്ങനെ തിരിച്ചു കയറുന്നതിൽ ഒരു മാനദണ്ഡം ഉണ്ടാകുമല്ലോ. ഈ 3 കേസുകളിലും നിരപരാധിത്വം തെളിയിച്ചിട്ടാണ് തിരികെ കയറുന്നതെന്ന് കരുതാനാകുമോ? അങ്ങനെയെങ്കിൽ പിരിച്ചുവിടപ്പെടുന്നതിന് മുമ്പ് ആ ഘട്ടങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാവില്ലേ? ഇത് രണ്ടു തരത്തിൽ. ഞാനിപ്പോൾ കുറച്ചു മുമ്പ് ആൻസർ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് പിന്നെ വേറെ ആൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാറുന്നത്, ഈ ഇപ്പം പിരിച്ചു വിട്ടു എന്നുള്ളൊരു ഉത്തരവ് ആരും കണ്ടിട്ടില്ല ഇതിനായിട്ടും. പക്ഷെ അന്നത്തെ എല്ലാ പത്രങ്ങളിലും വാർത്തയായിട്ടുണ്ട് ശ്രീ KG സൈമൺ. ആ ഉത്തരവ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് കിട്ടുന്നില്ല. പക്ഷെ അന്നത്തെ മുഴുവൻ പത്രങ്ങളിലും വാർത്തയുണ്ട്. അങ്ങ് എങ്ങനെ ചിരിക്കുന്നത്? 3 പോലീസുകാരെ പിരിച്ചുവിട്ടെന്നാണ് അങ്ങ് പറയുന്ന. അഭിലാഷ് ഡേവിഡിനെ മാത്രമല്ല വസീഫ്. ആ ചിരി കയ്യിൽ വെച്ചാ മതി. ചിരിക്കാനും പറ്റില്ലേ? ഞാൻ പറയുന്നത് പ്രയാസപ്പെടുന്നത് അങ്ങെന്തിനാണ് അഭിലാഷ് ഡേവിഡിന് വേണ്ടി ഇത്ര പ്രയാസപ്പെടുന്നത്? അങ്ങേക്ക് എന്താണ് ബന്ധം? അങ്ങയുടെ വേദന എന്താണ്? അഭിലാഷിനെ പിരിച്ചുവിടുക, ജയിലിൽ അടച്ചോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്തിനാ അതിൽ പ്രയാസപ്പെടുന്നത്? ഞാനിപ്പോ ചിരിയുടെ അർത്ഥം എന്താണ്? അങ്ങയുടെ ചിരിയുടെ അർത്ഥം എന്താണ്? ഷാഫി പറഞ്ഞൊരു വാദം ഇവിടെ പൊളിഞ്ഞു. അല്ലല്ല, പത്രവാർത്തയിലെ വാദമാണ് ഞാൻ ഉന്നയിച്ചത്. ഞാൻ 2023 ജാനുവരി 20 പത്രവാർത്തയാണ് വായിച്ചത്. അങ്ങനെയൊക്കെ വരാം. ശ്രീ KG സൈമൺ, അദ്ദേഹം ചർച്ചയിൽ ബഹളത്തിലില്ലാത്ത ആളാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. ശ്രീ KG സൈമൺ അങ്ങ് പൂർത്തിയാക്കും. ശ്രീ KG സൈമൺ അങ്ങ് പൂർത്തിയാക്കും. ഞാൻ പറയാം. ഇതിന്റെ അകത്ത് ഒരാൾ ഗസറ്റർ ഓഫീസറാണ്. ശ്രീ KG സൈമൺ അങ്ങ് പൂർത്തിയാക്കും. ഞാൻ പറയാം. ഇതിന്റെ അകത്ത് ഒരാൾ ഗസറ്റർ ഓഫീസറാണ്. പറയൂ. ഈ നാട്ടിൽ മനുഷ്യർക്ക് ചിരിക്കാനും ചില മാടമ്പി സതീശന്മാരുടെ അനുമതി വേണമെന്നാണ്. ചർച്ചയിൽ പങ്കെടുത്ത ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ പാടില്ല. ഞാൻ പറയും, അതായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. കാര്യം ബാക്കിയുള്ളവരെല്ലാം അവർ പറയുന്നത് പോലെ എണ്ണയിട്ട യന്ത്രം പോലെ ഇരിക്കുകയാണല്ലോ. എന്താണ് ചെയ്യേണ്ടത്? ആ കഥാപാത്രം അതുപോലെ ചെയ്തിട്ട് പോകാറാണ് പതിവ്. എന്നാൽ വസീഫിനെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങനെ റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കുന്ന ഒരാളായിട്ടല്ലല്ലോ, പറയാനുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ വരുന്ന ആളാണല്ലോ. അങ്ങനെയാണ് വസീഫ് ആ രീതിയിലുള്ള മറുപടി പറഞ്ഞു വെച്ചത്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ എപ്പിസോഡുകൾ മാറി മാറി പോകുമ്പോൾ ഒരേ വിഷയത്തിലെ പാലം തകർന്ന കഥയിൽ പുതിയ പുതിയ വില്ലന്മാർ കടന്നു വരികയാണ്. നേരത്തെ ഈ പാലം തകർന്ന വിഷയത്തിൽ
അഭിലാഷ് ഡേവിഡിന് മുന്നോടിയായിട്ട് ഇവർ ആരെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതും കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ ആ കറക്റ്റ് സെന്ററിലുള്ള പോലീസുകാരൻ, ആ പോലീസുകാരന്റെ പേര് വിഷ്ണു എന്നാണ്. ആ വിഷ്ണുവിന്റെ പേര് TP രാമകൃഷ്ണന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വ്യക്തിയാണ്, CPM കാരനാണ്. ആ വിഷ്ണു എന്ന് പറയുന്ന പോലീസുകാരൻ ഇത്രയും അധികം ആളുകൾ നിരന്നു നിൽക്കുന്ന സമയത്ത് ആ ഒരു പോലീസുകാരൻ ഷാഫി പറമ്പിലിനെ തലയിലേക്ക് 2 പ്രാവശ്യം അടിച്ച് മൂക്കിൽ കൊള്ളുന്ന ദൃശ്യം മറ്റാരും അടിക്കുന്നില്ല. നിങ്ങൾക്ക് കേട്ടല്ലോ, അന്ന് വിഷ്ണു എന്ന പോലീസുകാരനാണ് ഒരു പാലം തകർത്തത്. ആ പാലം തകർത്ത എപ്പിസോഡ് മാറി. ഇന്നിപ്പോ അഭിലാഷ് ഡേവിഡാണ് എന്റെ പാലം തകർത്തത്. ഇത് ആരാണ്, ആരുടെ പാലമാണ് ഈ തകർത്തതെന്ന്? കാര്യം ഒരു പാലം തകർക്കാൻ എത്ര കഥാപാത്രങ്ങൾ. ഒരാൾ ചാനലുകളിലൂടെ പറയും വിഷ്ണു എന്ന പോലീസുകാരനാണ്, അയാളുടെ ഫോട്ടോ വെച്ച് കുറെ ദിവസം പ്രചരിപ്പിച്ചു. ആ കഥ ജനം ഏറ്റെടുത്തില്ലെന്നായപ്പോൾ പുതിയ കഥയുമായിട്ട് പാലം തകർന്ന് ഇതുവരെ ശരിയാകാതെ ഛന്ന ഭിന്നമായി കിടക്കുന്ന ഷാഫി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ ആ വാചകം നിങ്ങൾ കേട്ടല്ലോ. അപ്പോ ഇതിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഒറ്റ കാര്യമേ ഉള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്ത പോലും വിശ്വസിക്കാൻ പാടില്ല എന്നതിന്റെ തെളിവാണ് നിങ്ങൾ കണ്ടത്. അതായത് അവർ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടു എന്നതിനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തു. എവിടെ നിന്നാണ് ആ വാർത്ത എന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല. ഒരു സർക്കാർ ഉത്തരവുണ്ടോ? അതും ഇല്ല. പിന്നെ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ചെയ്ത കാര്യത്തെ സംബന്ധിച്ച് സ്ഥിരീകരിക്കാൻ സർക്കാർ ഉത്തരവ് പോലും കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അന്ന് ഞങ്ങൾ പത്രത്തിൽ വന്നല്ലോ. ഇത് തന്നെയാണ് കോൺഗ്രസുകാർക്ക് കോടതി പോകുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പല കാര്യങ്ങളും പത്രത്തിൽ വന്നല്ലോ എന്ന രീതിയിലാണ് കോടതി ചെല്ലുകയെടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുന്നത്. ആ പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ പലതും ബിൽഡപ്പുകളാണ്, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇവർ കുറച്ചുപേർ വട്ടമിട്ടിരുന്ന് 2 ബോഞ്ചയൊക്കെ അടിച്ചതിന് ശേഷം ഒരു കഥ നാളത്തേക്ക് വേണ്ടി പത്രത്തിൽ അങ്ങ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും അതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് തെരയുമ്പോൾ സർക്കാർ അറിഞ്ഞിട്ടില്ല, ബന്ധപ്പെട്ട വകുപ്പ് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരു ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു, ഞങ്ങൾ തന്നെ തിരിച്ചെടുത്തു, അതിനുശേഷം ഞങ്ങൾ തന്നെ അയാളെ വെച്ചൊരു കഥ ഉണ്ടാക്കുന്നു. അത് പൊളിയുന്ന ഘട്ടം എത്തിയപ്പോഴാണ് പരുത്തിക്കാടിന് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചിരിക്കണ്ട എന്നൊക്കെ രീതിയിലുള്ള ആജ്ഞാപനം വരുന്നത്. എന്തായാലും ആ രീതിയിലുള്ള ആജ്ഞാപനമൊക്കെ ഇറക്കുന്ന സ്ത്രീമാടമ്പി സതീശനോട് നേരത്തെ വസീഫ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യമുണ്ട്. അത് ഇപ്പോഴും വളരെ റെലവന്റ് ആണെന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ലെനിനാണ് ഇപ്പോൾ ഒളിവിൽ നിന്ന് നമ്മോടൊപ്പം ചർച്ചയിലുള്ളത്. പാർട്ടിയുമായി ബന്ധമുള്ളവരല്ലേ ഇവർ രണ്ടുപേരും? സെന്ററിലെ ജീവനക്കാരായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്ക്. അല്ലെങ്കിൽ ഈ പണി നിർത്തി പോകണം. സൗകര്യം ഉണ്ടോ നിങ്ങൾക്ക്? അത് പറയോ നിങ്ങൾ? ഞാൻ വെല്ലുവിളിക്കാം സ്മൃതിയെ. ഈ പറയുന്ന ലെനിൻ AKG സെന്ററിലെ ജീവനക്കാരനായിരുന്നില്ല. അങ്ങനെയാണ് എന്ന് നിങ്ങൾ തെളിയിക്ക്. അല്ലെങ്കിൽ ഈ വൃത്തികെട്ട തോന്നിവാസ പത്രപ്രവർത്തനം നിങ്ങൾ നിർത്തിപ്പോവോ? ഈ ഗൂഢാലോചന നിർത്തോ? നിങ്ങൾ ട്രെയിൻ കയറ്റാൻ വന്നു നിൽക്കുകയാണ് ഞാൻ. അല്ല ബിജു, ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി, ഒരു രൂപത്തിലും ലെനിൻ രാജ് AKG സെന്ററിൽ പ്രവർത്തിച്ചിട്ടില്ല. ഇല്ല, ലെനിൻ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി AKG സെന്ററിൽ പ്രവർത്തിച്ചിട്ടില്ല. 2019 ബിജു കണ്ടൊക്കെ AKG ഓഫീസ് സെക്രട്ടറി അല്ലല്ലോ. 2019 ബിജു ഓഫീസ് സെക്രട്ടറി ആയിരുന്നോ? ചോദ്യം മഹാത്മാഗാന്ധിയെ പറ്റി പ്രസംഗിക്കുന്ന മഹാത്മാഗാന്ധിയുടെ കാലത്ത് ജീവിച്ചിട്ടാണോ? അല്ലല്ലോ, 2019 താങ്കൾ അവിടെ ഉണ്ടായില്ലല്ലോ. മഹാത്മാഗാന്ധിയെ പറ്റി പ്രസംഗിക്കുന്ന മഹാത്മാഗാന്ധിയുടെ കാലത്ത് ജീവിച്ചിട്ടാണോ? ആണോ? മഹാത്മാഗാന്ധിയെ പറ്റി പ്രസംഗിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ജീവിച്ചിട്ടാണോ? ബിജു